വിവാഹ വാഗ്ദാനം നൽകി ഒരു യുവതിയെ പീഡിപ്പിച്ചിരിക്കുകയാണ് റാപ്പർ വേടൻ. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി വാർത്തകൾ പുറത്തു വന്നെങ്കിലും വേടൻ എന്താണ് ആ പാവം പിടിച്ച സ്ത്രീയോട് ചെയ്തത് എന്നതിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും വന്നു കഴിഞ്ഞു. ഈ കേസിൽ റാപ്പർ വേടനെതിരെ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വാർത്തകളാണ്. സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറായ ദളിത് യുവതിയാണ് പരാതിക്കാരി എന്ന വിവരം കൂടി പുറത്താകുമ്പോൾ വേടനെ പൊതിഞ്ഞു പിടിച്ച ദളിത് സ്നേഹികൾ ഇനി എന്ത് ചെയ്യും? അവരിനി എങ്ങനെ റേപ്പിസ്റ്റായ വേടന് കുട പിടിക്കും? എങ്ങനെ ന്യായീകരിച്ച് മെഴുകുമെന്നാണ് അറിയേണ്ടത്. വേടൻ എന്ന ഹിരൺദാസ് മുരളി ശാരീരികമായും സാമ്പത്തികമായും തന്നെ ചൂഷണം ചെയ്തെന്നാണ് യുവതിയുടെ പരാതി. PG ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് യുവതി വേടനെ പരിചയപ്പെട്ടത്. വേടന്റെ പാട്ടുകളോട് എഴുത്തിനോടൊക്കെ ഇഷ്ടം തോന്നിയ യുവതി വേടന് അങ്ങോട്ട് മെസ്സേജ് അയച്ചു. പിന്നീട് ഇരുവരും ഫോൺ നമ്പറുകൾ കൈമാറി. വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് വേടൻ തന്നോട് പറഞ്ഞതായി യുവതി വെളിപ്പെടുത്തുന്നു. ഒരിക്കൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഇയാൾ ഈ പെൺകുട്ടിയെ വിളിക്കുന്നു. അന്ന് ഉച്ചയ്ക്ക് വേടൻ യുവതിയുടെ ഫ്ളാറ്റിലെത്തുന്നു. സംസാരത്തിനിടെ തന്നെ ചുംബിച്ചോട്ടെ എന്ന് വേടൻ ഈ പെൺകുട്ടിയോട് ചോദിക്കുന്നു. ഒടുക്കം പെൺകുട്ടി അത് സമ്മതിച്ചു. എന്നാൽ ചുംബിച്ചതിന് പിന്നാലെ വേടൻ ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു. വിവാഹം കഴിച്ചോളാമെന്ന് പറഞ്ഞാണ് അന്ന് തടി തപ്പിയത്. 3 ദിവസത്തിന് ശേഷമാണ് ഇയാൾ ഫ്ളാറ്റിൽ നിന്ന് പോയത്. പലവട്ടം പണം നൽകി, നിരവധി തവണ ഫ്ളാറ്റിൽ തങ്ങി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. 2022-ൽ താൻ കൊച്ചിയിൽ ജോലിയിൽ പ്രവേശിച്ചെന്ന യുവതിയുടെ പരാതിയിൽ പറയുന്നുണ്ട്. കൊച്ചിയിലെ ഫ്ളാറ്റിലും വേടൻ ഈ പെൺകുട്ടിയെ പിന്തുടർന്നെത്തി. ദിവസങ്ങളോളം ഇവിടെയും തങ്ങി ഈ സമയവും ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു അത്രേ. 2023 മാർച്ചിൽ സുഹൃത്തിന്റെ ഫ്ളാറ്റിൽ വെച്ചും ലൈംഗികമായി ഉപയോഗിച്ചു. ജൂലൈ 14-ന് കൊച്ചിയിലെ ഹോട്ടലിൽ സംഗീത നിശയിൽ പങ്കെടുക്കാൻ എത്തുമെന്ന് പറഞ്ഞാണ് മടങ്ങിയത്. എന്നാൽ വേടൻ വന്നില്ല. തുടർന്ന് താൻ വേടന്റെ സുഹൃത്തുക്കളെ വിളിച്ചന്വേഷിച്ചു. ജൂലൈ 15-ന് വേടൻ 3 സുഹൃത്തുക്കൾക്കൊപ്പം ഫ്ളാറ്റിലെത്തി. പെൺകുട്ടി ടോക്സിക് ആണെന്ന് പറഞ്ഞ് പെൺകുട്ടിയോട് ദേഷ്യപ്പെട്ടു. മറ്റുള്ള പെൺകുട്ടികളുമായി സെക്സ് ചെയ്യാൻ തന്നെ അനുവദിക്കുന്നില്ല എന്നാണ് വേടനെന്ന് പരാതിയായി സുഹൃത്തുക്കളോട് പറഞ്ഞതത്രേ. നമുക്ക് പിരിയാമെന്ന് പറഞ്ഞ് വേടൻ ഫ്ളാറ്റിൽ നിന്നെന്ന് മടങ്ങിയതെന്നും ഈ പെൺകുട്ടി പരാതിയിൽ എഴുതുന്നുണ്ട്. അതിനിടെയാണ് യുവതിയുമായി വേടൻ പിരിയാനുള്ള കാരണം പുറത്തു വന്നത്. ലൈംഗിക വൈകൃതമുള്ള വേടൻ നിരവധി പെൺകുട്ടികൾ ഇതിനോടകം ചൂഷണം ചെയ്തിരുന്നത്രേ. ഒരിക്കൽ ഈ ഡോക്ടറുടെ സുഹൃത്തിനെ വേടൻ കണ്ടു. ആ സുഹൃത്തിനെയും തനിക്ക് വേണമെന്ന് ഡോക്ടറോട് വേടൻ ആവശ്യപ്പെട്ടു പോലും. രണ്ടുപേരെയും ഒരേ സമയം വേണമെന്നതായിരുന്നു വേടൻ ആവശ്യപ്പെട്ടത്. ഇത് കേട്ട ഡോക്ടർ വിഷാദത്തിന് അടിമയായി. ഈ സമയത്ത് തന്നെയാണ് വേടനെതിരെ മീ-ടു ആരോപണങ്ങൾ ഏറ്റവും അധികമായി ഉയർന്നു കേൾക്കുന്നത്. ഇതോടെ ഡോക്ടർക്ക് വേടന്റെ ലൈംഗിക വൈകൃതം തിരിച്ചറിയാൻ സാധിച്ചു. തന്റെ ശരീരത്തോട് വേടൻ കാട്ടിയ ക്രൂരതകളെ, തന്നെ വേടൻ ഉപയോഗിച്ചതിനെ കുറിച്ച് അത്തരത്തിലുള്ള നിരന്തരമായ ചിന്ത ഇവരെ വിഷാദത്തിലേക്ക് എത്തിച്ചു. ഏറ്റവും ഒടുക്കം ക്ലിനിക്കലി ടെസ്റ്റഡായ ഡിപ്രഷനുമായി ഈ യുവതി ചികിത്സയിലുമായി. തുടർന്നാണ് വേടനെ കുറിച്ചുള്ള ഒരുപാട് വാർത്തകൾ ഈ പെൺകുട്ടി കേൾക്കുന്നത്. മീ-ടു ആരോപണങ്ങൾ വേടന്റെ കിരീടത്തിലെ പൊന്തൂവലുകളാവുകയായിരുന്നു പിന്നീട്. ഇതോടെ ഇനി ആർക്കും വേടന്റെ ശല്യം ഉണ്ടാകരുതെന്ന് ഉറപ്പിച്ചാണ് ഇപ്പോൾ ഈ പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. ഈ ബന്ധത്തിൽ വേടൻ തന്നെ സാമ്പത്തികമായും ചൂഷണം ചെയ്തിരുന്നു എന്നതിന് തെളിവായി ഗൂഗിൾ പേ ഇടപാടുകളും ഇതിനോടകം തന്നെ പോലീസിന് കൈമാറിയിട്ടുണ്ട്. നല്ല സാമ്പത്തിക ചുറ്റുപാടിൽ നിന്നുള്ള ഡോക്ടറാണ് ഈ പരാതിക്കാരി. ദളിത് വിഭാഗത്തിൽ നിന്നുള്ളതായതുകൊണ്ട് തന്നെ അതേ പരിഗണനയിൽ പോലീസ് അന്വേഷണം എന്തായാലും നടത്തും. അതിനിടെ വേടൻ ഒളിവിൽ പോയി എന്ന സൂചനകളും വരുന്നുണ്ട്. മുമ്പ് വേടൻ ഒരു പരിപാടിക്ക് 2 ലക്ഷം രൂപയാണ് വാങ്ങിയിരുന്നത്. എന്നാൽ പുലിനഖ കേസിൽ അറസ്റ്റ് ഉൾപ്പെടെ വന്നതോടെ പ്രതിഫലം ഇരട്ടിയോളം വർദ്ധിച്ചത്രേ. ഇതിനിടെയാണ് ലൈംഗിക വൈകൃത കേസ് കൂടി വരുന്നത്. നല്ല വിദ്യാഭ്യാസം, ഉന്നത ജോലിയുമുള്ള മാതാപിതാക്കളുടെ പിന്തുണയിലാണ് പരാതിക്കാരി എന്തായാലും കേസുമായി മുന്നോട്ട് വരുന്നത്. എന്തായാലും വേടന് ശിക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. ദളിതാണ് താൻ SC/ST കമ്മ്യൂണിറ്റിയിൽപ്പെട്ടതാണ് എന്നുള്ള വേടന്റെ ഇരവാദ കാർഡോ ജാതി കാർഡോ ഒന്നും ഇവിടെ എന്തായാലും പ്രയോജനപ്പെടില്ല എന്ന് മനസ്സിലാക്കണം. 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെ 5 സ്ഥലങ്ങളിലായി കോഴിക്കോട്, കൊച്ചി, എലൂരിലെ സുഹൃത്തിന്റെ വീട്, തന്റെ ഫ്ളാറ്റ് എന്നിവിടങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചതായാണ് ഡോക്ടറുടെ പരാതി. തന്നെ എത്ര മൃഗീയമായാണ് വേടൻ ഉപദ്രവിച്ചതെന്നും തനിക്കൊന്നും നടക്കാൻ പോലും സാധിക്കാത്ത തരത്തിൽ അത്ര മൃഗീയമായി തന്നോട് ഇന്റർകോഴ്സിൽ വേടൻ ഏർപ്പെട്ടു എന്നുവരെ ഈ ഡോക്ടർ പരാതിയിലുണ്ട്. വേടനുമായി സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും താൻ മാനസികമായി തകർന്നു പോയെന്നും പരാതിയിൽ ആവർത്തിക്കുന്നു. എന്തായാലും വേടന്റെ ആൽബങ്ങളും പാട്ടുകളും ഒക്കെ കേട്ട് ആരാധികയായി മാറിയ ആളായിരുന്നു ഈ യുവതി. വേടൻ നൽകിയ അഭിമുഖങ്ങളിലെ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാട്ടി തിരുത്തിക്കൊണ്ടാണ് മെസ്സേജും ഒക്കെ അയച്ചത്. തുടർന്ന് പരിചയപ്പെടണമെന്നാവശ്യപ്പെട്ടാണ് കോഴിക്കോടേക്ക് പോയതും പീഡനം നടന്നതും. ഈ പെൺകുട്ടി വേടനെ പരിചയപ്പെടുന്ന സമയത്ത് വേടന് അധിക സാമ്പത്തിക ശേഷിയൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ പ്രശസ്തിയും വേടനുണ്ടായിരുന്നില്ല. 2021 മുതൽ 2023 വരെയുള്ള കാലയളവിൽ പലപ്പോഴായി ഇതുകൊണ്ട് തന്നെ വേടൻ പണം വാങ്ങിയിട്ടുണ്ടെന്നും യുവതി ആവർത്തിക്കുന്നുണ്ട്. എന്തായാലും വേടനെതിരായ ബലാത്സംഗ പരാതി അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിലാണെന്നും
വേണ്ട നടപടി സ്വീകരിക്കുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞിട്ടുണ്ട്. IPC സെക്ഷൻ 376(2) വകുപ്പുകൾ ചേർത്താണ് കേസ് നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സാക്ഷികളടക്കം ഈ കേസിലുണ്ട്. അവരുടേതടക്കം മൊഴികൾ ശേഖരിച്ചുകൊണ്ടായിരിക്കും അന്വേഷണം മുന്നോട്ട് പോവുക. എന്തായാലും ചാനലിലൊക്കെ വിളിച്ചിരുത്തി വേടന്റെ മഹാത്മ്യം പറയുന്ന ഇടത് സൈദ്ധാന്തികരും വേടൻ പാവമല്ലേ, ഇത്തിരി കഞ്ചാവല്ലേ ഉപയോഗിച്ചുള്ളൂ എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്ന വേടന്റെ ആരാധകരും, തെരുവിളിച്ചാൽ അത് ഏറ്റുപാടുന്ന ഫോളോവേഴ്സും, വേടൻ ദളിതനല്ലേ അതുകൊണ്ട് അവൻ മാപ്പ് പറഞ്ഞാൽ പ്രശ്നം തീർന്നെന്ന് വിചാരിക്കുന്ന സാമൂഹിക ദളിത് പുരോഗമനവാദികളുമൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ദളിതൻ പീഡിപ്പിച്ചതൊരു ദളിത് പെൺകുട്ടിയെ തന്നെയാണ്. ഇനി നിങ്ങൾ ആർക്കൊപ്പം നിൽക്കും? അതാണ് ഇനി അറിയേണ്ടത്.